ഹായ് ഓൾ, ഇന്നത്തെ ലഞ്ച് റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് ഞാൻ ഇവിടെ അയിലമീനും കാരമീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ചോറ് വയ്ക്കാം. കുക്കറിലേക്ക് വെള്ളം വെച്ച് തിളച്ചേരുന്ന സമയത്ത് നമുക്ക് അരി കഴുകി ചേർത്ത് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരൊറ്റ വിസിൽ കൊടുത്താൽ മതി. ഒരു മട്ട അരിക്ക്. പിന്നെ ഇതാ കാരമീനാണ്. അപ്പോൾ നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, ഇത്രയും മാത്രമേ പൊടികൾ ചേർക്കുന്നുള്ളേ. അപ്പം ഇതിനകത്ത് വേറെ പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ പേസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു ചെറിയൊരു മസാലയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഒരു മീനിന്. അപ്പോൾ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. ഇനി നമുക്ക് മീനൊന്ന് കറി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ അത് ഒരു കടായിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ ഉലുവ, 10-12ഓളം ചെറിയ ഉള്ളി. അപ്പോൾ ചെറിയ ഉള്ളി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഒരു ചെറിയുള്ളിയുടെ ആ ഒരു കളർക്ക് ഒന്ന് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ അവിടെ ചിരകി വെച്ചിട്ടുള്ള 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണേ. കളർ നന്നായിട്ട് തന്നെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്, കറിവേപ്പില ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ അടുപ്പത്ത് എന്തെങ്കിലും സാധനം വെച്ചിട്ട് ഇങ്ങനെ പുറത്ത് പോയിട്ട് ഇങ്ങനെ കറിവേപ്പില പറിച്ചുകൊണ്ട് വരുന്ന ആരെങ്കിലും ഉണ്ട് കാണും. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണല്ലേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ ഗാർഡൻ ഏരിയയിൽ കറിവേപ്പില ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ പോയി പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഒന്ന് കഴുകി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 തണ്ട് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതലായിട്ട് ഞാൻ കറികൾക്കൊക്കെ ചേർക്കാറുണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനെ വറുത്തരച്ച് വയ്ക്കുന്ന കറികൾക്കൊക്കെ. അപ്പോൾ ആ ഒരു കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം കുരുമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്ത് ഈ ഒരു കളറാകുന്നവരൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അത്യാവശ്യം എരിവുണ്ട്, കളറുണ്ട് ഈ ഒരു മുളക് പൊടിക്ക്. അപ്പോൾ അത്രയും കൂടെ ചേർത്ത് ഒന്ന് വറുത്ത് ഒരു പൊടിയിലേക്ക് പച്ച ചുവന്ന് മാറിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒന്ന് തണുത്ത് വന്നതിന് ശേഷം മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് നമുക്ക് വെള്ളവും കൂടി വെച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. എപ്പോഴും വറുത്തരച്ച് വയ്ക്കുന്ന കറികൾ നല്ലോണം അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതാ ഒരു മൺചട്ടിയിലോട്ട് 1 തക്കാളി, 2-3 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറി കുറച്ച് ലൂസായിട്ട് വെക്കുന്നതാണ് എനിക്കിഷ്ടം. ഓൾറെഡി ഇന്ന് തിളച്ചൊന്ന് വരുമ്പോഴത്തേക്കും ഒന്ന് കുറുകി കിട്ടിക്കോളും. നമ്മൾ ഉരുവയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ കറിയൊക്കെ തിളച്ച് വരുമ്പോൾ ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നല്ല കട്ടിക്ക് പിഴിഞ്ഞെടുത്തിട്ടുള്ള വാളംപുളിയുടെ ഒരു ജ്യൂസാണ് കേട്ടോ. അത് ഒരു ചെറിയൊരു നാരങ്ങ വലിപ്പത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മൾ മീനെടുക്കുന്നതനുസരിച്ചിട്ട് പുളി ചേർത്താൽ മതിയാകും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാണിക്കാനായിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ആ ഒരു ടൈം കൊണ്ട് ഞാൻ കുറച്ച് പപ്പടം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ പപ്പടക്കൊതിനായിട്ടുള്ള എൻ്റെ കെട്ടിയവന് ഇത് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ ഒരു റെസിപ്പി. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ റീൽസൊക്കെ നോക്കുന്ന സമയത്ത് കണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും നല്ലതായിരുന്നു, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മളെല്ലാം കൂടെ കുഴച്ച് കഴിച്ചപ്പോഴേ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ചേർത്തെടുക്കാം. അയില മീനാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അളവാണ് കേട്ടോ ഇപ്പോൾ 1 കപ്പ് തേങ്ങയും ആ ഒരു മസാലയൊക്കെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മീനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ചൊരു 10-12 മിനിറ്റ് മതി. അയില മീൻ പെട്ടെന്ന് കുക്കായി കിട്ടിക്കോളും. അപ്പോൾ അതൊന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ അതിന് ഇടയ്ക്ക് തന്നെ നമുക്ക് ഒരു പപ്പടം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളി, വറ്റൽമുളകും കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു പപ്പടം പൊരിച്ച ആ ഒരു ഓയിൽ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഓയിൽ ചേർത്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു വറ്റൽമുളകും ചെറിയുള്ളും കൂടെ ചേർത്തൊന്ന് വഴച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ അത്യാവശ്യം നല്ലോണം ചുമയൊക്കെ വരും. വീഡിയോ എടുക്കുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പം അതും കുറച്ച് കറിവേപ്പിലേക്ക് ചേർത്ത് അതിന് മൂപ്പിച്ച് നിർത്തിയതിന് ശേഷം നമുക്കതിലേക്ക് ആ ഒരു പൊരിച്ച് വെച്ചിട്ടുള്ള ഒരു പപ്പടവും കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒന്ന് ആ ഒരു പപ്പടത്തിലോട്ട് ആ ഒരു മുളകിൻ്റെ കൂട്ടൊന്ന് പിടിച്ച് വരണം, അതുവരെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. തണുത്ത് പോയാലും കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ട് ആ ഒരു സെയിം പാനിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു മീനിനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിട്ട്. അതുപോലെ ഇത് ഭയങ്കര വലിയ മീനൊന്നല്ലേ, കുഞ്ഞു മീനല്ലേ. അപ്പോൾ വളരെ കുറച്ച് മസാല ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് മീൻ കറിയും തിളച്ചൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ മീൻ ഒരു സൈഡൊന്ന് ആയി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് തിരിച്ച് വെച്ചെടുക്കാം. അപ്പോൾ 2 സൈഡും ഞാൻ ഒരുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ ഈ ഒരു മീൻ. അപ്പോൾ മീൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രൈയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ചമ്മന്തിയും കൂടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ലഞ്ചിനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലോട്ട് ചെറിയൊരു വാഴയിലേക്കൊന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറും
പിന്നെ ഒരു പപ്പടത്തിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു പപ്പടം അത് മതി. പിന്നെ കുറച്ച് ചമ്മന്തി, പിന്നെ ഒരു പൊരിച്ച മീൻ, അയലമീൻ വറുത്തരച്ച കറി. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു കോംബോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.